മലയോര ഹൈവേയുടെ കോളിച്ചാൽ ചെറുപുഴ റീച്ച് ഉദ്ഘാടന വേളയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കാറ്റാൻകവല അപകടവളവിൽ ആണ് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാകുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കാറ്റാൻകവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെന്റ്സിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക, ചുള്ളി മരുതോം തട്ട് കാറ്റാൻകവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക, ഈട്ടിത്തട്ട് എസ് വളവിലും അതിനു താഴെയും ലെവൽസിലും അലൈൻമെന്റ്സിലും വന്ന അപാകതകൾ പരിഹരിക്കുക, മലയോര ഹൈവേയിലെ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്കു കുറുകെ അനുവദിച്ച പാലത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും, മലയോര ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പകുതിയും പ്രകാശിക്കുന്നില്ല, അത് പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുക, മലയോര ഹൈവേയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മാർക്കിംഗ് നടത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, മലയോര ഹൈവേയുടെ തകർച്ച ഇല്ലാതാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പിച്ചിംഗ് നടത്തുക, ചെറുപുഴ ചിറ്റാരിക്കാൽ റീച്ചിലെ ലെവൽസിൽ വന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ബളാൽ, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്ത റീത്ത് വെച്ച് സമരം കോൺഗ്രസ് നേതാവും ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ ടോമി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ലത, മേഴ്സി മാണി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി മാത്യു, ജോസ് മാത്യു, ജിഷ ലോറൻസ്, മിനി ആന്റണി, M ലക്ഷ്മി, ഡൊമിനിക്കോയി തുരുത്ത്, PC ലേഖ, മണ്ഡലം പ്രസിഡന്റുമാരായ ജോർജ് കരിമഠം, പ്രമോദ് മാക്കക്കോടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ജോസഫ്, തോമസ് മാത്യു, ജെയിൻ, VJ ആൻഡ്രൂസ്, അലക്സ് നെടിയകാലായി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മാർട്ടിൻ ജോർജ്, സിബിച്ചൻ പുളിങ്കാല എന്നിവർ പ്രസംഗിച്ചു. മലയോര നിവാസികളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 70കളിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ മലയോരങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെൻറ് നിയോഗിച്ച ചന്ദ്രബാബു കമ്മീഷനിൽ ഇത് ഇടം പിടിക്കുകയും അതിനുശേഷം 91-ലും 2001-ലും ഒക്കെ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ്റുകൾ മലയോര ഹൈവേയുടെ പഠനം പൂർത്തീകരിക്കുകയും 2011-ൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സാർ ഇന്ന് DPR ഉൾപ്പെടെയുള്ളതൊക്കെ തയ്യാറാക്കുകയും കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ പണി കാസർഗോഡ് പാക്കേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോടി രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുപുഴയിൽ നിന്നും അതോടൊപ്പം 5 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നന്ദാരം പദവിയിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ മലയോര ഹൈവേയുടെ പണി തുടങ്ങി എന്ന് നമുക്കൊക്കെ അറിയാം. അതിനുശേഷം അധികാരത്തിൽ വന്ന് ഈ ഇടത് ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന പണികളൊക്കെ നടന്നിട്ടുള്ളതെങ്കിലും വളരെ അശാസ്ത്രീയമായി. കാരണം അവരുടെ ഇഷ്ടക്കാരായ ഊരാരെങ്കിൽ കമ്പനിക്ക് ഇതിൻ്റെ പണി കൊടുക്കുകയും ആ കമ്പനി ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഹൈവേയുടെ പണി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ നിൽക്കുന്ന ഈ വളവിൽ 9 ജീവിതങ്ങൾ പൊലിഞ്ഞു പോയി എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഭാഗത്തെ അലൈൻമെൻറ്റ് മാറ്റി അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് പുനർനിർമ്മിക്കണമെന്ന് നിരവധി പ്രാവശ്യം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ഗവൺമെൻറ് ഈ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഹൈവേയുടെ ഉദ്ഘാടനം ഓൺലൈനായിട്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന ഈ സമയത്ത് നമ്മളിവിടെ മരിച്ചുപോയ 9 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അശാസ്ത്രീയമായ പണി പുനർക്രമീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടികളെ റീത്ത് വെച്ച് നമ്മൾ നടക്കുന്നത്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.